നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആളുകളുണ്ട്, അവർക്ക് അഭിനന്ദനങ്ങൾ. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളുകൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. അടുത്ത മത്സര പരീക്ഷ നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസുമായി ബന്ധപ്പെട്ട് 100 മാർക്ക് ഉറപ്പിക്കുന്നു. നിങ്ങളുടെ മത്സര പരീക്ഷയുടെ 100 മാർക്ക്, അതായത് അതിൽ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഉൾപ്പെടെ 100 മാർക്ക് ഉറപ്പിക്കുന്ന ഒരു സീരീസാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത്. അതിലെ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻസിൻ്റെ സിലബസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് കേരള ചരിത്രം അല്ലെങ്കിൽ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മത്സര പരീക്ഷ ആയതുകൊണ്ട് തന്നെ എല്ലാ മത്സര പരീക്ഷകളും ഗുണകരമാകുന്ന രീതിയിലായിരിക്കണമല്ലോ നമ്മൾ കണ്ടന്റ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിലെല്ലാ മത്സര പരീക്ഷയ്ക്കും, അത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റ് OA ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മത്സര പരീക്ഷ ഫോക്കസ് ചെയ്തോ ആ മത്സര പരീക്ഷയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ കേരള ചരിത്രം ശ്രീധരമേനോൻ എഴുതിയ കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. താഴെ പറയുന്നവയിൽ 1920 മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ പെടാത്തതേത്? ഇത് SCERT സ്കൂൾ ടെക്സ്റ്റ് കണ്ടന്റ് ആണ്. ശ്രീധരമേനോന്റെ കേരള ചരിത്ര പുസ്തകത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 1920 5ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്. അതിൽ ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ചർച്ച ഭരണപരിഷ്കരണമാണ്. മലബാർ മേഖലയുടെ സമഗ്രമായ മാറ്റത്തിന് വേണ്ടി 1916 മുതൽ 1920 വരെ നടന്ന 5 ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം. അതിന്റെ വർഷം പഠിക്കണം, അതിന്റെ വേദി പഠിക്കണം, അതിന്റെ അധ്യക്ഷൻ പഠിക്കണം. അത് ഈസി ആയിട്ട് പഠിപ്പിച്ചു തരാം. അപ്പൊ ഒന്നാമത്തത് ഈ പറയുന്ന ഭരണപരിഷ്കരണം ഒരു ഘടകമായിരുന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു. രണ്ടാമത്തതാണ് കുടിയാൻ പ്രശ്നം. അപ്പൊ അവിടെ ഒരു ചോദ്യം ചോദിക്കും, മലബാർ കുടിയാന്മ നിയമം നമ്മൾ വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ കുടിയാൻ പ്രശ്നം പ്രധാനമായിട്ടും മഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ ചർച്ച ചെയ്തതാണ്. ഓപ്ഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണല്ലോ മഹാത്മാഗാന്ധി കേരളം സന്ദർശിക്കുന്നത്. അപ്പൊ ഖിലാഫത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ പറയുന്ന 1920 മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഏരിയ പഠിക്കണമല്ലോ. ക്ഷേത്രപ്രവേശന വിളംബരം എന്നറിയപ്പെടുന്ന ഏരിയ നമ്മൾ മസ്റ്റായിട്ടും പഠിക്കണം. ഈ പറയുന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം എന്നറിയപ്പെടുന്ന ഏരിയയും പഠിക്കണം. അപ്പൊ അത് ഓർക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് പഠിക്കാൻ വേണ്ടി, അത് നമുക്ക് അധിക ദിവസമില്ല, 40 ദിവസമേ ഉള്ളൂ. നിങ്ങളിപ്പം ഇന്ന് മുതലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ 41 ദിവസമേ ഉള്ളൂ. ഈ 41 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കേരള ജോഗ്രഫി കവർ ചെയ്യണം, ഇന്ത്യൻ ജോഗ്രഫി കവർ ചെയ്യണം, കേരള ഹിസ്റ്ററി കവർ ചെയ്യണം. അങ്ങനെ സുപ്രധാന നിയമങ്ങളുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എല്ലാം ഒന്ന് ടെൻഷൻ ആക്കുമല്ല. ഈ 40 ദിവസം മാക്സിമം ഒരു ഹാർഡ് വർക്ക് അല്ല, മറിച്ച് ഒരു സ്മാർട്ട് വർക്കോടുകൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്കാണ്. ആ സ്മാർട്ട് വർക്കിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കണ്ടന്റുകൾ ഷെയർ ചെയ്യുകയാണ്. അതിൽ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഓർക്കാൻ വേണ്ടി ഒരു പാക്കേജ് അങ്ങ് പഠിച്ചാൽ മതി. ആ പാക്കേജ് ഇങ്ങനെയാണ്: ഒരു മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ വർഷം ചോദിച്ചാൽ അതിന്റെ വേദി പഠിക്കാൻ പറ്റണം. ആ വേദി പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അധ്യക്ഷ സ്ഥാനം ആരാണ്, ആ പറയുന്ന സമ്മേളനത്തിൽ ആരാണ് അധ്യക്ഷൻ, ആ വേദി എവിടെയാണ്, ആരാണ് അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്, ഏതാണ് ആ വർഷം. അപ്പൊ അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന പാക്കേജിൽ കൂടി മനസ്സിലായി പഠിച്ച് പോകേണ്ടത്. ഒന്നാമത്തത് 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. അങ്ങനെ നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത് എഴുതിയേക്കുന്നത് ഒന്നാമതായിരിക്കുമല്ലോ. 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1916. നടന്ന ജില്ല പാലക്കാട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കരിമ്പനകളുടെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല പാലക്കാടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല പാലക്കാടും പ്രദേശം പുനലൂരുമാണെന്ന് നിങ്ങൾ പഠിക്കും. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട്, ജലനഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് പുനലൂരാണ്. അപ്പൊ 1916 പാലക്കാടാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ആദ്യ വേദി.
അതിലൊരു അധ്യക്ഷയുണ്ട്, ആനി ബസന്റ് ആണ് അതിന്റെ അധ്യക്ഷ. അപ്പൊ ഇത് സ്റ്റേറ്റ്മെന്റ് ആക്കി പഠിച്ചാൽ എങ്ങനെ പഠിക്കണ്ടേ? 1916 ഒന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. അത് നടന്ന വേദി പാലക്കാടാണ്. അതിന്റെ അധ്യക്ഷ ആരാണ്? ആനി ബസന്റ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തത് 1917. അപ്പൊ സമ്മേളനം എത്രയാ? രണ്ടാം സമ്മേളനം. 1917 രണ്ടാം സമ്മേളനം നടന്ന സ്ഥലം അല്ലെങ്കിൽ വേദി കോഴിക്കോട്. കാലിക്കോ തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായ കേരളത്തിലെ പ്രദേശമാണ് കോഴിക്കോട്. സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം കോഴിക്കോട് തുറമുഖമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വിശപ്പ് രഹിത പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സുലൈമാനി നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടാണ്. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് കോഴിക്കോട് എന്നറിയപ്പെടുന്ന ജില്ലയുമായി കണക്ട് ചെയ്യുമ്പോൾ. 1917 രണ്ടാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷ സ്ഥാനം CP രാമസ്വാമി അയ്യർ. രണ്ടാം സമ്മേളനം 1917 കോഴിക്കോട്, CP രാമസ്വാമി അയ്യർ. അത് ഓക്കെ ആണല്ലോ. അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഇതൊരു പാക്കേജ് ആയിട്ട് ഓർത്തു വെച്ചാൽ മതി. മൂന്നാമത്തെ കണ്ടന്റ്, മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1918. എവിടെയാ സ്ഥലം? തലശ്ശേരി. 1918 മൂന്നാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ അലിഖാൻ ആണ്. അലിഖാൻ, അസീം അലിഖാൻ എന്നാണ് മെറ്റീരിയൽസിലൊക്കെ കൊടുത്തേക്കുന്നത്. അതുകൂടി ചേർത്ത് പഠിച്ചു. അസീം അലിഖാൻ അല്ലെങ്കിൽ അലിഖാൻ. അപ്പൊ 1916 പാലക്കാട് ആനി ബസന്റ്, 1917 രണ്ടാം സമ്മേളനം കോഴിക്കോട് CP രാമസ്വാമി അയ്യർ, മൂന്നാം സമ്മേളനം 1918 തലശ്ശേരി അസീം അലിഖാൻ ആണ്. ദെൻ 1919 നാലാം സമ്മേളനം 1919 എവിടെയാ? വടകര. കോഴിക്കോട് ജില്ലയിലെ വടകര എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. ഈ വടകരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്തുവാ പ്രത്യേകത? നിങ്ങൾ പറ. വടകര തച്ചോളി ഓദനന്റെ ജന്മസ്ഥലമാണ് വടകര. അതിന്റെ അധ്യക്ഷ സ്ഥാനം KP രാമൻ മേനോൻ. 1919 നാലാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? അത് KP രാമൻ മേനോനാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ 1920 നോക്കിയേ. അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 5 1920 5 മഞ്ച്. ആള് കയറുമ്പോൾ തിരിഞ്ഞു പോരുത്. മത്സര പരീക്ഷ ഹാളിൽ ഒത്തിരി ടെൻഷനോട് കൂടിയാ നിങ്ങൾ കയറുന്നത്. എങ്ങനെങ്കിലും ഈ മത്സര പരീക്ഷ നേടിയെടുക്കണം. ഇംഗ്ലീഷ് പഠിച്ചില്ല, മാത്സ് പഠിച്ചില്ല, മലയാളം പഠിച്ചില്ല, കറണ്ട് അഫയേഴ്സ് റിവിഷൻ നടത്തിയില്ല എന്ന് പറഞ്ഞ് ഓവർ ടെൻഷനായിട്ടാണ് നിങ്ങൾ പരീക്ഷ ഹാളിൽ കയറുന്നത്. അപ്പൊ ആ പരീക്ഷ ഹാളിൽ കയറുമ്പോൾ ഇതൊരു ലോജിക്കായിട്ട് ഓർത്തു വെച്ചാൽ മതി. 5 മഞ്ച്. 1920 മഞ്ചേരി സമ്മേളനം. അഞ്ചാം സമ്മേളനമാണ് മഞ്ചേരി. അതിന്റെ അധ്യക്ഷ സ്ഥാനം കസ്തൂരി രംഗ അയ്യങ്കാർ എന്നറിയപ്പെടുന്ന വ്യക്തിയ. ഈ അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഭരണപരിഷ്കരണം, കൊടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഈ 3 കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ ചർച്ച പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആനി ബസന്റും അവരുടെ അനുയായികളും ഈ സമ്മേളനത്തിൽ നിന്ന്, അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനെ അറിയപ്പെടുന്ന പേരാണ്, കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരി സമ്മേളനമാണ്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പോൾ നമ്മൾ സൂററ്റ് സമ്മേളനത്തെ പറ്റി പഠിക്കും. റാഷ് ബിഹാരി ഘോഷുമായി ബന്ധപ്പെട്ട് സൂററ്റ് സമ്മേളനം മിതവാദികളും തീവ്രവാദികളും രണ്ടായി മാറി എന്നൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ഈ പറയുന്ന 1920 മഞ്ചേരി സമ്മേളനത്തെ അറിയപ്പെടുന്ന പേര് കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് അഞ്ചാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനമാണ്. ഇതാണ് ഈസി ആയിട്ട് ഈ പറയുന്ന ടോപ്പിക്ക് പഠിക്കാനുള്ള ഈസി മെത്തേഡ്. ഇങ്ങനെയാണ്. ഒന്നാമത്തെ കോളത്തിൽ ഒന്നാം സമ്മേളനം, രണ്ടാം സമ്മേളനം, 3, 4, 5 എന്ന് എഴുതുക. ദെൻ അതിനുശേഷം വർഷം 1916, 17, 18, 19, 20. അതിനുശേഷം വേദി പാലക്കാട്, കോഴിക്കോട്, തലശ്ശേരി, വടകര, മഞ്ചേരി. അതിനുശേഷം അധ്യക്ഷ സ്ഥാനത്ത് ആനി ബസന്റ് ഉണ്ട്. ഒന്നാം സമ്മേളനം. രണ്ടാം സമ്മേളനം CP രാമസ്വാമി അയ്യർ. മൂന്നാം സമ്മേളനം അലിഖാന്. 4 KP രാമൻ മേനോൻ. 5 കസ്തൂരി രംഗ അയ്യങ്കാർ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത കണ്ടന്റിലേക്ക് വരാം. അടുത്തൊരു ന്യൂജൻ ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. താഴെ പറയുന്നവയിൽ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ആ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ എ നോക്കിയേ. വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മയാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ആര് പ്രഖ്യാപിച്ചു? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മ ഇല്ലയോ? അപ്പൊ ആൻസർ ശരിയാണ്. അപ്പം ഈ കണ്ടന്റ് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം. തർക്കമില്ല. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936. 1836 ഒരു പ്രത്യേകതയുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂറിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം വേണം എന്ന് വാദിക്കുന്നത്
വൈകുണ്ഠ സ്വാമികൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. അപ്പൊ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ക്ഷേത്രപ്രവേശനം സാധ്യമാക്കണമെന്ന് 1836 പറഞ്ഞതാരാണ്? 1836 പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാ. അതേ വൈകുണ്ഠസ്വാമികളാണ് 1836 സമത്വ സമാജം ഫോം ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമത്തത്, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം കൊണ്ടുവരും. ആ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന സജീവ പ്രവർത്തകൻ TK മാധവനാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് ആരെ അറിയപ്പെടുന്നത്? TK മാധവനെ അറിയപ്പെടുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലുണ്ടായിരിക്കണേ. അതിനുശേഷം ബാക്കിയുള്ള കണ്ടന്റിലേക്ക് നമുക്ക് വരാം. ഓപ്ഷൻ എ നോക്ക്. വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശരിയാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. തർക്കമില്ല. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചു ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ആൻസർ ശരിയാ. ഓപ്ഷൻ ശരിയാ. അപ്പൊ എ ശരിയാണ്, ബി ശരിയാ. ഓപ്ഷൻ സി നോക്കിയേ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാ വിശേഷിപ്പിക്കുന്നേ. ആൻസർ ശരിയാണ്. എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ് എന്ന് കരുതി ഡിയും ശരിയായി കളയും അല്ലെങ്കിൽ ഡി തെറ്റായി കളയും എന്ന് കരുതരുത്. ചോദ്യത്തിലേക്ക് വരാം. ഡി ഓപ്ഷൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് രാമൻ പിള്ള. തെറ്റ്. മനസ്സിലാക്കിയോ? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പൊ ചില ആളുകൾ മനസ്സിൽ കരുതും 1936 ഈ പറഞ്ഞ TK മാധവൻ മരിച്ചുപോയില്ലയോ? 1936 ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതുന്നതും അവതരിപ്പിക്കുന്നതും. അതിനു മുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് കുറച്ച് 2 വർഷം മുമ്പ് ക്ഷേത്രപ്രവേശന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അതിനു മുമ്പേ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതും, അത് അവതരിപ്പിക്കും. എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. രണ്ടാമത്തെ വാക്ക്, ക്ഷേത്രപ്രവേശന വിളംബരം, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അത് എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ടത്. സെക്രട്ടേറിയറ്റ് OA പരീക്ഷ നമ്മൾ എഴുതാൻ പോവാ. സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ മെയിൻസ് ലിസ്റ്റിൽ വരുന്ന എല്ലാവരെയും ജോലിക്ക് അഡ്വൈസ് കൊടുക്കണം എന്ന് നമ്മുടെ ആവശ്യമാണ്. നമ്മൾ ഒരു MLA പോയി കാണുന്നു, നമ്മുടെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MLA പോയി കാണുന്നു. അദ്ദേഹം എന്ത് ചെയ്യും? തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ കേരള നിയമനിർമ്മാണ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കും. 2025 നടക്കുന്ന സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ ലിസ്റ്റിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും ജോലി കൊടുക്കണം. ഒരു പ്രമേയം എഴുതി അവതരിപ്പിക്കും. അപ്പൊ അത് എഴുതിയത് ആരായിരിക്കും? ആ MLA ആയിരിക്കും. അവതരിപ്പിച്ചതും MLA ആയിരിക്കും. MLAക്ക് തിരക്കാണ് എങ്കിൽ എഴുതി കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആയിരിക്കും. ഇതാണ് ലോജിക്ക്. പ്രമേയം എഴുതി അവതരിപ്പിച്ചു. ഇനി അത് നിയമമാവണം. 2025 എഴുതിയ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ മെയിൻസ് ലിസ്റ്റ് വരുന്നവർക്ക് എല്ലാം ജോലി നിയമമാവും. ആ നിയമം എഴുതുന്നത് MLA ആണോ? അല്ല. ആ നിയമമാകുന്നത് ആരുടെ അനൗൺസ്മെന്റോട് കൂടിയാ? ഇൻ ദ നെയിം ഓഫ് ഗവർണർ. മുഖ്യമന്ത്രിയാണ് നമ്മൾ പറയുന്ന റിയൽ എക്സിക്യൂട്ടീവ്, പക്ഷേ ഗവർണർ ആണ് എന്ത് ചെയ്യുന്നത്? അവസാനമായി ഒപ്പിടുന്നത് ആ നിയമത്തിൽ. അപ്പൊ അങ്ങനെ നിയമമാവും. അപ്പൊ അത് പ്രഖ്യാപിക്കുന്ന ആരായിരിക്കും? ഒരിക്കലും ഗവർണർ പ്രഖ്യാപിക്കത്തില്ല, മറിച്ച് മുഖ്യമന്ത്രി, എന്ന് വെച്ചാൽ രാജാവിന്റെ സ്ഥാനം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി എപ്പോഴും ഇരുന്ന് ഈ നിയമം ഉണ്ടാക്കുവാണോ? അല്ല, മറിച്ച് അതിനൊരു ഉദ്യോഗസ്ഥരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് ആ നിയമം എഴുതി തയ്യാറാക്കുന്നത്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അതേ മോഡൽ ഇവിടെ ഓർത്തു വെച്ചാൽ മതി. ക്ഷേത്രപ്രവേശന പ്രമേയം എഴുതിയതും അവതരിപ്പിച്ചതും TK മാധവൻ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പൊ ആൻസർ ഏതാണ്? തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ഇല്ലയോ? ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഇനി പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞുതരാം. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 പ്രഖ്യാപിക്കുന്നത്. ഈ പറയുന്ന 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? അത് സി രാജഗോപാലാചാര്യാണ് രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി.
അപ്പൊ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്നും ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അടുത്ത 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് അത് TK വേലുപ്പിള്ള. ഇനി പറഞ്ഞ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇത്രയും പോയിന്റേ ഉള്ളൂ. അപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12. ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരത്തെ രക്തരഹിത വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. മിക്ക ആളുകളും കുഴഞ്ഞു പോവും. പി രാജഗോപാലാചാരി അല്ല, അത് വേറെ ഇത് വേറെ. ഇത് സി രാജഗോപാലാചാരി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വം. ഇനി ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി തന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട. ഇനി അപ്പൊ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരമായി 1936 മലബാറും കൊച്ചിയും കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2, കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ വളരെ പ്രധാനപ്പെട്ടത്. ഇനി അടുത്ത ഒരു ന്യൂജൻ ചോദ്യത്തിലേക്ക് വരികയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ബ്രാക്കറ്റിൽ കൊടുത്തേപ്പുണ്ട് കേരള PSC. നവോത്ഥാന സംഘടനകളും സ്ഥാപകരും, പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടനകളും സ്ഥാപകരും. ഓപ്ഷൻ എ നോക്കിയേ, മഹാബോധി ബുദ്ധ മിഷൻ. അറിയാവുന്ന ചോദ്യമായിരിക്കാം. മഹാബോധി ബുദ്ധ മിഷൻ എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ മനസ്സിൽ ഉത്തരം വന്നു കാണും. ആൻസറിലേക്ക് ഞാൻ വരുന്നു. ആൻസർ സി കൃഷ്ണനാണ്. അപ്പൊ മഹാബോധി ബുദ്ധ മിഷൻ എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. ഈ സി കൃഷ്ണന്റെ പ്രത്യേകതയുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച ബാങ്കിന്റെ പേര് കാലിക്കറ്റ് ബാങ്ക്, അല്ലെങ്കിൽ കാലിക്കറ്റ് ബാങ്ക് സ്ഥാപിച്ചത് സി കൃഷ്ണനാണ്. മലബാർ കുടിയാന്മ നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് സി കൃഷ്ണൻ. അതുകൊണ്ടാണ് മലബാർ കുടിയാന്മ നിയമത്തിന്റെ ശില്പി അല്ലെങ്കിൽ പിതാവ്, രണ്ടിലേതാണോ അത്, മലബാർ കുടിയാന്മ നിയമത്തിന്റെ പിതാവെന്ന് സി കൃഷ്ണനെ അറിയപ്പെടുന്നു. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, മലബാർ കുടിയാന്മ നിയമത്തിന്റെ ശില്പി ഉണ്ടല്ലോ, ആർക്കിടെക്ട് ഉണ്ടല്ലോ, ടെനൻസി ലെജിസ്ലേഷൻ ഇൻ മലബാർ, മലബാർ കുടിയാന്മ നിയമത്തിന്റെ ആർക്കിടെക്ട് അല്ലെങ്കിൽ ശില്പി എന്നറിയപ്പെടുന്നത് വില്യം ലോഗനാണ്. അത് വരും ക്ലാസ്സിൽ എടുത്തോളാം. അപ്പൊ മഹാബോധി ബുദ്ധ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? അത് സി കൃഷ്ണനാണ്. അപ്പൊ സി കൃഷ്ണന്റെ ആത്മകഥ ഒന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾ കമന്റിൽ ഒന്ന് കമന്റ് ചെയ്തേ സി കൃഷ്ണന്റെ ആത്മകഥയുടെ പേര്. അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. ഞാൻ വേണമെങ്കിൽ 2 ഓപ്ഷൻ തരാം. ജീവിത സമരമാണോ ജീവിത മത്സരമാണോ? ഈ ക്ലാസ് കണ്ട് ഉടനെ തന്നെ കമന്റ് ചെയ്താൽ മതി. തെറ്റിയാൽ തെറ്റിക്കോട്ടെന്നേ, ശരിയാണെങ്കിൽ ശരിയാകട്ടെ. 2 ഓപ്ഷനെ ഞാൻ തന്നുള്ളൂ. സി കൃഷ്ണന്റെ ആത്മകഥയുടെ പേര് ജീവിത മത്സരം എന്നാണോ ജീവിത സമരം എന്നാണോ? അപ്പൊ ചില ആളുകളെങ്കിലും കമന്റ് ചെയ്ത് കാണും, ചില ആളുകളെങ്കിലും കമന്റ് ചെയ്ത് കാണും. എന്നിരുന്നാലും അവർക്കെല്ലാം കൂടെ പറഞ്ഞു തരുക. ജീവിത മത്സരം സി കൃഷ്ണന്റെയാണ്, ജീവിത സമരം സി കേശവന്റേതാണ്. അപ്പൊ മഹാബോധി ബുദ്ധ മിഷൻ സി കൃഷ്ണനാ സ്ഥാപിച്ചത്. രണ്ടാമത്തെ, പ്രോ ഇന്ത്യ കമ്മിറ്റി എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചത് ചെമ്പക രാമൻപിള്ള. ശരിയാ. സംഗീത കുമാരി എന്നും വെങ്കട്ട് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകന്റെ പേരാണ് ചെമ്പക രാമൻപിള്ള. സംഗീത കുമാരി, വെങ്കട്ട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചെമ്പക രാമൻപിള്ള. അദ്ദേഹം പ്രോ ഇന്ത്യ കമ്മിറ്റി സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ്. ഓപ്ഷൻ സി. അപ്പൊ അത് ശരിയാണ്. ഓപ്ഷൻ സി നോക്ക്, ആത്മബോധോദയ സംഘം. ആൻസർ ശുഭാനന്ദ ഗുരുദേവൻ. ശരിയാണ്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കരുതും, ആത്മവിദ്യാസംഘം എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടോ? ഉണ്ട്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാ? അത് വാഗ്ഭടാനന്ദൻ. അമലോത്ഭവദാസ സംഘം എന്നും പറഞ്ഞൊരു സംഘടനയുണ്ടോ? ഉണ്ട്. അമലോത്ഭവദാസ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? അമലോത്ഭവദാസ സംഘം, അത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ, ദെൻ ആത്മബോധോദയ സംഘം അത് ശുഭാനന്ദ ഗുരുദേവൻ. അതും ശരിയാണ്. ഓപ്ഷൻ ഡി നോക്ക്, ശൈവ പ്രകാശ സഭ വൈകുണ്ഠസ്വാമികൾ. തെറ്റ്. കാരണം ശൈവ പ്രകാശ സഭ എന്നറിയപ്പെടുന്ന സംഘടന 2 ആളുകൾ കൂടി ചേർന്ന ഫോം ചെയ്ത്. ഒന്ന് തൈക്കാടയെയും മറ്റൊന്ന് മനോന്മണിയം സുന്ദരൻ പിള്ളയും. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ പറഞ്ഞ തൈക്കാടയെ വായിച്ചിട്ടുണ്ട്, മനോന്മണിയം സുന്ദരൻ പിള്ളയെ വായിച്ചിട്ടില്ല. 2 അത് 2 ഓപ്ഷനകത്തുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് 2 എഴുതണം. 2 ഓപ്ഷനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാടയെയും മനോന്മണിയും സുന്ദരൻ പിള്ളയും. ഓക്കെ ആണോ? അപ്പൊ ശൈവപ്രകാശ സഭ ആരംഭിച്ചത് ആരല്ല? വൈകുണ്ഠസ്വാമികളല്ല. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഓപ്ഷൻ ഡി ആണ് ആൻസർ.
ഇനി ഈ പറയുന്ന നവോത്ഥാന സംഘടനകൾ നോക്ക്, നിങ്ങൾ ഏത് മത്സര പരീക്ഷ നിങ്ങൾ എടുത്തോ, നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷയുടെ PYQ നിങ്ങൾ പരിശോധിച്ചാലും അതിലൊരു ക്വസ്റ്റ്യൻ കാണും. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നവോത്ഥാന സംഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. എന്നാൽ ഇന്ന സംഘടനയുടെ വർഷം എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല എങ്കിൽ ഇന്ന സംഘടനയുടെ മുഖപത്രം എന്താണ്. അപ്പൊ അങ്ങനെ ഒരു പാക്കേജ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഒത്തിരി ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ എടുത്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും സെക്രട്ടേറിയറ്റ് OA പ്രിലിമിനറി പരീക്ഷ പാസ്സായി വളരെ ഊർജ്ജത്തോടുകൂടി ഉഷാറായിട്ട് പഠിക്കാനായിട്ട് ഇരുന്ന് 2 ദിവസമായിട്ട് ഇന്നലെ റിസൾട്ട് വന്നു. ഇന്നലെയും നല്ലതുപോലെ പഠിച്ചു, ഇന്നും നല്ലതുപോലെ പഠിക്കുന്നു. ഇനിയുള്ള 40 ദിവസങ്ങളും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി വീണ്ടും റിവിഷനായിട്ട് പറഞ്ഞു തരുക. ഒരു സംഘടന ചോദിച്ചാൽ അതിൻ്റെ വർഷം കാണും, ആ സംഘടനയ്ക്ക് ഒരു സ്ഥാപകൻ കാണും, ആ സംഘടനയ്ക്ക് ഒരു മുഖപത്രം കാണും. ഒന്നാമത്തെ സംഘടനയുടെ പേര് സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിച്ച വർഷം 1836. അപ്പൊ സമത്വ സമാജത്തിന് ഒരു സ്ഥാപകൻ വേണമല്ലോ, വൈകുണ്ഠസ്വാമികൾ. ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ചോദ്യത്തിൽ എവിടെയെങ്കിലും സമ എന്ന വാക്കുണ്ടോ നോക്കണം. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നവോത്ഥാനമായിരിക്കണം. ചോദ്യത്തിൽ എവിടെയെങ്കിലും സമ എന്ന വാക്കുണ്ടെങ്കിൽ ആൻസർ വൈകുണ്ഠസ്വാമികളായിരിക്കും. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമപാതിത്തോപ്പ് സ്വാമിത്തോപ്പ് ആരുടെ ജന്മസ്ഥലം? വൈകുണ്ഠസ്വാമികൾ. സമപൂർണദേവൻ സമ്പൂർണദേവൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികൾ. അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളുണ്ട്. സമത്വ സമാജം 1836 ഫോം ചെയ്തു. കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ സംഘടന പ്രസ്ഥാനം സമത്വ സമാജമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരിക്കും? അത് വൈകുണ്ഠസ്വാമികളാണ്. ഈ വൈകുണ്ഠസ്വാമികളാണ് 1836 എന്ത് സ്ഥാപിക്കുന്നത്? സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അതേ 1836 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന സാധ്യമാക്കണം എന്നാദ്യമായിട്ട് വാദിക്കുന്നത്. ഒത്തിരി പ്രത്യേകതയുണ്ട്. രണ്ടാമതാണ് SNDP. SNDP ആരംഭിച്ച വർഷം ഡേറ്റ് സഹിതം 1903 മെയ് 15. 1903 മെയ് 15 SNDP ഫോം ചെയ്യുന്നത്. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ മുഖപത്രം എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDP ആരംഭിച്ച വർഷം 1903 മെയ് 15. സ്ഥാപകൻ ശ്രീനാരായണ ഗുരു, മുഖപത്രം വിവേകോദയം. അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും, ഈ വിവേകോദയം ഒക്കെ പഴയ പേരല്ലയോ, പുതിയ പേരുണ്ടല്ലോ? ഉണ്ട്, വിവേകോദയത്തിന്റെ ഇപ്പോഴത്തെ പേര് യോഗനാഥം എന്ന. പക്ഷെ ഇപ്പോഴും കേരള PSC വാല്യൂ ചെയ്യുന്നത് വിവേകോദയത്തെ തന്നെയാണ്. അപ്പൊ SNDP ആരംഭിച്ച വർഷം എന്ന 1903 മെയ് 15. വരും ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സംഘടനയുടെയും ഡീറ്റെയിൽ കണ്ടന്റും മൈക്രോ നോട്ടും മൈക്രോ ക്ലാസ്സും തന്നോളാം. ഇപ്പൊ നിങ്ങൾ ഇത് പഠിക്കും. അടുത്ത സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. സ്ഥാപകന്റെ പേര് അയ്യങ്കാളി, മുഖപത്രം സാധുജന പരിപാലനി. അപ്പൊ ഈ പറഞ്ഞ സാധുജന പരിപാലന സംഘത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. SNDPയുടെ മാതൃകയിൽ അയ്യങ്കാളി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് സാധുജന പരിപാലന സംഘം. സ്ഥാപിച്ച വർഷം 1907. സ്ഥാപകൻ അയ്യങ്കാളി, മുഖപത്രം സാധുജന പരിപാലിനി. അടുത്ത 1908 നോക്കി. 1908 യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, നമ്പൂതിരിയെ മനുഷ്യനാക്കുക. മുദ്രാവാക്യം യോഗക്ഷേമ സഭയുമായി ബന്ധപ്പെട്ടതാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇടക്കുന്നി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാ. VT ഭട്ടതിരിപ്പാടിന് ആത്മകഥയുണ്ട്, കണ്ണീരും കിനാവും, ഒത്തിരി പ്രത്യേകതയുണ്ട്. 1908 യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്താണ്? അത് മംഗളോദയം. ക്ലിയർ. 1908 യോഗക്ഷേമ സഭ, VT ഭട്ടതിരിപ്പാട്, മംഗളോദയം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട കണ്ടന്റുകൾ. ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടത് ഒന്ന്, സിലബസിലെ പറയുന്ന കണ്ടന്റ്, രാവിലെ പബ്ലിഷ് ചെയ്തേക്കുന്ന സിലബസ് കണ്ടന്റ് നിങ്ങൾ പഠിക്കണം. കറണ്ട് അഫേഴ്സ് പഠിക്കണം. ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫേഴ്സ്, അതിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഉണ്ട്, ജാനുവരി മാസത്തിലെ കറണ്ട് അഫേഴ്സ് ഉണ്ട്, പ്രധാനപ്പെട്ട ഓസ്കാർ പുരസ്കാരം, ബാഫ്ത തുടങ്ങിയിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളും തന്നിട്ടുണ്ട്, അത് പഠിക്കണം. ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന SCERT NCERT ഫാക്ട് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കും വരും. ഇന്ന ടോപ്പിക്ക് GK മാത്രമെന്നല്ല, അതിനകത്ത് എല്ലാ ടോപ്പിക്കും വരും. പിന്നെ കമ്പൽസറി ആയിട്ട് ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന മൈക്രോ നോട്ട്സ് മസ്റ്റായും വായിക്കണം. ഇത്രയും വായിച്ചതിന് ശേഷം ഇന്ന് രാത്രി 9 മണിക്ക് എക്സാം. ഇതാണ് വർക്കൗട്ട് ബാച്ചിന് ഇന്നത്തെ കണ്ടന്റ്. അങ്ങനെ ഇന്ന് മുതൽ 40 ദിവസത്തേക്ക് സിലബസ് കണ്ടന്റ് പഠിക്കുന്നു, കറണ്ട് അഫേഴ്സ് പഠിക്കുന്നു, SCERT പഠിക്കുന്നു, NCERT പഠിക്കുന്നു, മൈക്രോ നോട്ട് പഠിക്കുന്നു, അതിനകത്ത് അഡീഷണൽ ആയിട്ട് മാത്സ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കുന്നു. 40 ദിവസം. നമ്മൾ പറയത്തില്ലേ, പലതുള്ളി പെരുവെള്ളം എന്നല്ലേ പറയുന്നത്. പയ്യെ തിന്നാൽ ഒത്തിരി പഴഞ്ചൊല്ലുകളുണ്ടല്ലോ.
പയ്യെ തിന്നുക. നമ്മൾ ഓരോ ദിവസം കുറേശ്ശെ തീർത്ത് പോവുക. 40 ദിവസം ആകുമ്പോൾ അത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. ഇത് തിങ്കൾ മുതൽ വെള്ളി വരെ അല്ല, തിങ്കൾ മുതൽ ശനി വരെ നീളുന്ന പ്രോസസ്സാണ്. എല്ലാ ദിവസവും നമുക്ക് ഈ വർക്കൗട്ട് ഉണ്ട്. ഞായറാഴ്ച മാത്രം വർക്കൗട്ടില്ല. ഈ ഞായറാഴ്ച ഈ പറയുന്ന തിങ്കൾ മുതൽ ശനി വരെ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്യണം. അപ്പോൾ റിവിഷനായി, സെറ്റായി. ദെൻ അഗൈൻ അതിൻ്റെ തുടർച്ച അടുത്ത തിങ്കളാഴ്ച മുതൽ പഠിച്ചു പോവുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ. ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന പുതിയ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. 9072728242. ആരെയും നിർബന്ധിക്കുന്നില്ല. പഠിക്കാൻ താല്പര്യമുള്ള, തരുന്ന മെറ്റീരിയൽസ്, തരുന്ന ക്ലാസ് ചിലപ്പോൾ രാവിലെ 4 മണിക്ക് പബ്ലിഷ് ചെയ്യും വീഡിയോ ക്ലാസ്, ലൈവ് ക്ലാസ് അതിനിടയ്ക്ക് കാണും, വെളുപ്പിനെ 3:30 പബ്ലിഷ് ചെയ്യും, നോട്ട്സ് പബ്ലിഷ് ചെയ്യും. അത് ഡിപ്പെൻഡ് ആണ്. അത് നിങ്ങളുടെ സമയമൊന്നല്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ആ സമയത്ത് ജോയിൻ ചെയ്ത് കണ്ടാൽ മതി. പക്ഷെ ഇന്ന് തീർക്കണം. ഇത്രയും ടോപ്പിക് ഇന്ന് തന്നേക്കുന്ന ഇത്രയും ടോപ്പിക് റിവൈസ് ചെയ്ത് തീർക്കണം. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് അടുത്ത സംഘടനയിലേക്ക് പോകും. 1909 PRDS എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കുന്നത്. PRDSന്റെ സ്ഥാപകൻ കുമാരഗുരുദേവന. ഈ കുമാരഗുരുദേവൻ ഓപ്ഷനകത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? പൊയ്കേൽ യോഹന്നാൻ എന്നല്ല എഴുതുന്നത്. മുഖപത്രം ആദിയാർ ദീപം. 1909 PRDS എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കുന്നു. കുമാരഗുരുദേവൻ സ്ഥാപിച്ചതാണ്. കുമാരഗുരുദേവന്റെ മറ്റൊരു പേരാണെന്ത്? പൊയ്കേൽ യോഹന്നാൻ. മുഖപത്രം ആദിയാർ ദീപം. 1914 ഒക്ടോബർ 31 NSS സ്ഥാപിക്കുന്നു. നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയും NSS. NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ഈ NSSന് ഒരു മുഖപത്രമുണ്ട്. മുഖപത്രത്തിന്റെ പേര് സർവീസ് എന്നാണ്. അടുത്ത 1917 ഒരു സംഘടന ഫോം ചെയ്യും. സഹോദര സംഘം. സഹോദര സംഘം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ചതാണ് സഹോദര സംഘം. ഈ സഹോദര സംഘം എന്ന സംഘടനയ്ക്ക് ഒരു മുഖപത്രമുണ്ട്. ആ മുഖപത്രത്തിന്റെ പേര് സഹോദരൻ. 1917 സ്ഥാപിക്കുന്നത്. സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട എല്ലാ മത്സര പരീക്ഷയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രീനാരായണ സേവിക സമാജം എന്ന സംഘടന ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാ. then 1917 ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദന. മുഖപത്രം അഭിനവ കേരളം. അപ്പൊ ഈ പറയുന്ന ആത്മവിദ്യാസംഘവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആലപ്പുഴയിൽ ആത്മവിദ്യാസംഘം ആരംഭിച്ചത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻസർ കെ ദേവയാനിയാണ്. ഒത്തിരി ചോദ്യമുണ്ട്, വരും ക്ലാസ്സുകളിൽ എടുത്തോളാം. അടുത്ത 1918 ആനന്ദ മഹാസഭ എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിക്കും. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ സ്ഥാപകന്റെ പേര് ബ്രഹ്മാനന്ദ ശിവയോഗി. മുഖപത്രം സാരഗ്രാഹി. അപ്പൊ 1918 ആനന്ദ മഹാസഭ, ബ്രഹ്മാനന്ദ ശിവയോഗി, മുഖപത്രം ഏതാണ്? സാരഗ്രാഹി. ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത്രയും സംഘടനകൾ മസ്റ്റായും പഠിക്കണം. ഇനിയുണ്ട് കേരള PSC മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഡിഗ്രി മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ, ടെക്നിക്കൽ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു 3 സംഘടനകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന്, സുഗുണവർദ്ധിനി സഭ എന്നറിയപ്പെടുന്ന സംഘടന ആരുടേതാണ്? സുഗുണവർദ്ധിനി സഭ. ഉത്തരം അയ്യത്താൻ ഗോപാലൻ ആരംഭിച്ച സംഘടനയാണ് സുഗുണവർദ്ധിനി സഭ. മറ്റൊരു സംഘടനയുണ്ട്, മുഹമ്മദീയ സഭയുണ്ട്. മുഹമ്മദീയ സഭ. അപ്പൊ മുഹമ്മദീയ സഭ സ്ഥാപിച്ചത് സെയ്ദ് സനാവുള്ള മക്തി തങ്ങൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. മലയാളത്തിൽ ആദ്യമായി പുസ്തക രചന നടത്തിയ മുസ്ലിം നവോത്ഥാന നായകന്റെ പേര് മക്തി തങ്ങൾ എന്നാണ്. മക്തി തങ്ങളുടെ പ്രധാനപ്പെട്ട 2 കൃതികളുണ്ട്. കടോര കൊടാരം, പരോപകാരി തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് പുസ്തകങ്ങൾ സെയ്ദ് സനാവുള്ള മക്തി തങ്ങളുടേതാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ, കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ ഉന്നമൻ അല്ലെങ്കിൽ പൈനിയർ എന്നറിയപ്പെടുന്നത് സെയ്ദ് സനാവുള്ള മക്തി തങ്ങളാണ്. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അടുത്തത് കാർത്തികപ്പള്ളി ഈഴവ സമാജം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ശ്രീധര മേനോന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന സംഘടന കൂടി പറഞ്ഞു തരുക. കാർത്തികപ്പള്ളി ഈഴവ സമാജം സ്ഥാപിച്ചത് TK മാധവൻ. കേരളത്തിലെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം കേരള നവോത്ഥാനത്തിന്റെ മേഘ ജ്യോതിസ് എന്നറിയപ്പെടുന്നത് TK മാധവനാണ്. ഈ TK മാധവനാണ് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മൈക്രോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇതിനെ നോട്ട്സ് പഠിക്കണം. ഇന്ന് ഇതിന്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസിൽ ഈ ക്ലാസ് കണ്ടന്റ് കൂടി ഉൾപ്പെടുത്തി പഠിക്കുക. വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.